എത്രയാണ് ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത്. ഓരോരുത്തൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് കാണാം പിന്നെ ത്രെഡ്മിൽ. എന്തിനാണത്? അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കാനാണ്. എന്തിനാണ് നടക്കണത്? പുറത്തിറങ്ങിയിട്ട് നടക്കാൻ കഴിയണില്ല. അപ്പോൾ ഇതിലെങ്കിലും മെഷീനിലെങ്കിലും ഒന്ന് നടക്കാം. എന്തിന്? ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഓരോന്ന് ചോദിക്കുകയാണ്, കോഴിയാണോ ഇറച്ചിയാണോ മറ്റേതാണോ? ഉസ്താദേ ഞാനിപ്പോൾ ഫുള്ള് പച്ചക്കറി തർക്കാരി അങ്ങനെ പറയാം. എൻ്റെ നക്കണിക്ക് ഭാഷയിൽ അങ്ങനെ പറയാം, തർക്കാരി പച്ചക്കറി. ഞാനിപ്പോൾ ഫുള്ള് തർക്കാരി ഉസ്താദ്. ഞാനിപ്പോൾ ഇറച്ചെല്ലാം ബുട്ര ഇറച്ചെല്ലാം ബുട്ര ഉസ്താദ്. ഇപ്പോൾ നമുക്ക് ഇറച്ചി എന്തോ ആവില്ല, എൻ്റെ ലിവർ തെല്ല് ഫാറ്റ് ചെയ്യൂല. ലിവർ ഫാറ്റ് ആയതുകൊണ്ടിട്ട് ഡോക്ടർ ചൊന്നാൽ ഇറച്ചി എന്തും വേണ്ട, തർക്കാരി മാത്രം ഫുഡെല്ലാം കൺട്രോൾ ആക്കണോ അങ്ങനെ പറഞ്ഞു. അപ്പം എന്താ കാരണം? ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ തുടങ്ങി. എന്താ കാരണം? ലിവർ ഫാറ്റി ആകണ്ട, ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് വേണ്ടെന്നല്ല, അതൊക്കെ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് വലിയ ഹക്കുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ ഡോക്ടർ പറയുന്നത് അംഗീകരിക്കുന്ന മനുഷ്യൻ, ഡോക്ടർ കയ്യിൽ തരുന്ന മെനു അനുസരിച്ച് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം പാകപ്പെടുത്തുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം ശ്രദ്ധിക്കുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അത് അല്ലാഹു തആല മനുഷ്യനിൽ പടച്ചിട്ടുള്ള ഹൃദയത്തെയാണ്, മനസ്സിനെയാണ്. ആ ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ പറ്റിയതായിരിക്കണം നമ്മുടെ വഅദിന്റെ സദസ്സുകൾ. നാം സംഘടിപ്പിക്കുന്ന മജ്ലിസുകൾ മുഴുവനും മനസ്സിനെ നന്നാക്കിയെടുക്കാൻ പറ്റിയതായിരിക്കണം. കാരണം മനസ്സ് നന്നാവുക എന്നത് വളരെ പ്രയാസമാണ്. നിസ്കരിക്കുന്നുണ്ടാകും, ഖുർആൻ ഓതുന്നുണ്ടാകും, എല്ലാ നല്ലതും ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതുകൊണ്ട് മാത്രം മനസ്സ് നന്നായിക്കൊള്ളണം എന്നില്ല. മനസ്സിനെ നന്നാക്കിയെടുക്കുക എന്നതായിരിക്കണം ഏറ്റവും വലിയ ലക്ഷ്യം. ആ മനസ്സ് നന്നായാൽ അതിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ ഒരാളിൽ കണ്ടാൽ അയാളെ മനസ്സ് നന്നായി എന്ന് മനസ്സിലാക്കാം. അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അയാളുടെ ഖുർആൻ ഓത്ത് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അയാൾ ചെയ്യുന്ന എല്ലാ നന്മകൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതേതാണ് ആ അടയാളം? ആ അടയാളം അയാൾക്ക് ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല, എല്ലാവരെക്കാൾ ഞാൻ തിരക്കേടില്ലാത്തവനാണെന്ന ചിന്തയില്ല, മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ തിരക്കേടില്ലാത്തവരാണ്, ഞാൻ വളരെ മോശക്കാരനാണ് എന്ന ചിന്തയുള്ളവൻ, അവൻ മനസ്സ് നന്നായവനാണ്. ഇതുപോലെ മറ്റുള്ള ഒരാൾക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ എനിക്കൊരു കണ്ണിലെ കടിയുമില്ല, എൻ്റെ മനസ്സ് വേദനിക്കുന്നില്ല. മറ്റുള്ള ഒരാൾക്കൊരു നല്ല വീടുണ്ടായാൽ അതുകൊണ്ട് എനിക്കയാളോട് ഒരു അസൂയയും ഇല്ല. കാരണം ഞാൻ മനസ്സ് ക്ലിയറായവനാണ്. മനസ്സ് ക്ലിയറുള്ള ആൾക്ക് വേറൊരാളോട് അസൂയ കാണിക്കാൻ കഴിയില്ല. ഓ ഉമ്മമാരെ, ഒരാളുടെ മകൾക്ക് നല്ല ആലോചന വന്നു. ആ മോള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തി. അതിൻ്റെ പേരിൽ വേറൊരു ഉമ്മാക്ക് അസൂയപ്പെടാൻ കഴിയില്ല, അസൂയ കാണിക്കാൻ കഴിയില്ല. കാരണം ആ ഉമ്മയുടെ മനസ്സ് ക്ലിയറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മനസ്സ് ക്ലിയറായതിൻ്റെ മറ്റൊരു അടയാളമാണ് ഒരാളെയും ശല്യം ചെയ്യാൻ തോന്നൂല. ബാപ്പാനെ ശല്യം ചെയ്യാൻ മക്കൾക്ക് തോന്നൂല, മക്കളെ ശല്യം ചെയ്യാൻ ബാപ്പാക്ക് തോന്നൂല, മാതാപിതാക്കളെ ശല്യം ചെയ്യാൻ മക്കൾക്ക് തോന്നൂല, ഭാര്യയെ ശല്യം ചെയ്യാൻ ഭർത്താവിന് തോന്നൂല, ഭർത്താവിനെ ശല്യം ചെയ്യാൻ ഭാര്യയ്ക്കും തോന്നൂല, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ പിണങ്ങി നിൽക്കാൻ അവർക്ക് മനസ്സ് വരൂല, അയൽ വീട്ടുകാര് തമ്മിൽ പിണങ്ങാൻ മനസ്സ് വരൂല, കുടുംബക്കാര് തമ്മിൽ ബന്ധം മുറിക്കാൻ മനസ്സ് വരൂല. കാരണം എന്താണ്? അവൻ മനസ്സ് ക്ലിയറായവനാണ്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. ഓ ജനങ്ങളെ, അല്ലാഹു തആല
നിങ്ങളുടെ ഈ കാണുന്ന രൂപങ്ങളിലേക്ക് നോക്കുന്നവനല്ല, നിങ്ങളുടെ സമ്പത്തിലേക്ക് നോക്കുന്നവനല്ല. വലിയ പണക്കാരനാണ് എന്നതുകൊണ്ട് മാത്രം റബ്ബിന്റെ പരിഗണനയുണ്ടാകൂല. ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു പരിഗണനയുണ്ടായേക്കും. ആള് വലിയ ബിസിനസ്സുകാരനാണ്, വലിയ മുതലാളിയാണ്, കയ്യിൽ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട്, അത് ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ പരിഗണനയുണ്ടാകും. എന്നാൽ കയ്യിൽ പണമുള്ളത് കൊണ്ട് മാത്രം റബ്ബിന്റെ പരിഗണനയുണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹ് നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുകയില്ല, അല്ലാഹു നിങ്ങളുടെ പണത്തിലേക്കും നോക്കൂല. പക്ഷേ റബ്ബിന്റെ നോട്ടം രണ്ടിലേക്ക് മാത്രമാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബൽ ഇലാ ഖുലൂബികും വ അഅമാലികും. ഒന്ന് റബ്ബിന്റെ നോട്ടം നിങ്ങളുടെ മനസ്സിലേക്കാണ്, ഹൃദയങ്ങളിലേക്കാണ്. രണ്ട് അല്ലാഹുവിന്റെ നോട്ടം വ അഅമാലികും, നിങ്ങളുടെ ചെയ്തികളിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്, നിങ്ങളുടെ അതേ കർമ്മങ്ങളിലേക്കാണ്. ആ മനസ്സിനെയാണ് നന്നാക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനത്തെയാണ് നന്നാക്കേണ്ടത്. അതുകൊണ്ടല്ലേ വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ബനു ഇസ്രായേൽ കാലത്ത് വലിയ ഒരു ആലിമുണ്ടായിരുന്നു. ആ ബനു ഇസ്രായേൽ കാലത്തുള്ള അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ പ്രത്യേകത എന്താണ്? പേരിൽ മാത്രം പണ്ഡിതനല്ല. ആ പണ്ഡിതന്റെ പ്രത്യേകത അതേ സബഈന സുന്ദൂഖം മിൻ കുതുബിൽ ഇൽമി. ആ പണ്ഡിതന്റെ അരികിൽ ഇൽമിന്റെ കിതാബുകളുള്ള 70 പെട്ടി ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. ആ 70 പെട്ടി, 70 പെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടി, ഇവിടെ പെട്ടി തന്നെയല്ലേ പറയാ, പെട്ടിക്കട അങ്ങനെ പറയോ? പെട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം നമ്മളെ നാട്ടിലെ ഭാഷയും ഇവിടുത്തെ ഭാഷയൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. പെട്ടി തന്നെ സലാമത്തെ കാരണം പ്രായമുള്ളവർ പറയുമ്പോൾ ഇന്നത്തെ പുള്ള പറഞ്ഞാൽ ബേ മനസ്സിലാവില്ല, പ്രായമുള്ളവർ പറഞ്ഞാൽ ബേയും തീരും, അത് ബേ മനസ്സിലാവും ചെയ്യും. നമ്മളെ ഉസ്താദ് അബൂബക്കർ ഫൈസി ഉസ്താദ്, അല്ലാഹു ഓർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ മുമ്പ് തന്നെ നല്ല പരിചയമുള്ളവരും കുറേ വഅലൊക്കെ നിരന്തരം വഅലിനൊക്കെ പോയിരുന്ന ഒരു നല്ല ഉസ്താദാണ്. എനിക്ക് വലിയ സ്നേഹമാണ് അവരോട്. അവരാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അല്ലാഹു തആല ഉസ്താദിനും ഉസ്താദിൻ്റെ കുടുംബത്തിനും വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ ഉസ്താദ്, അവരൊക്കെ ഞങ്ങൾ ഒരേ സമയം പേര് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞോളുന്നില്ല. ഹുസൈൻ ഉസ്താദ്, ഹുസൈൻ സത്താഫി, ഹുസൈൻ സത്താഫി ഒരേ സമയത്തുണ്ടായത്. അതന്നെ, നമ്മൾ രണ്ടാളും ഒരേ സമയത്താണ്. ഞാൻ മൂപ്പറിങ്ങനെ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഇയാൾക്ക് എങ്ങനെ എന്നെ അറിഞ്ഞ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരേ സമയത്ത് മർക്കസിലുണ്ടായിരുന്നു. 2 വേറെ വേറെ സെഷൻ, പിന്നെ വേറെ വേറെ വിഭാഗമൊന്നുള്ളൂ. അപ്പോൾ അവർക്കും ഹുസൈൻ സക്കാഫിക്കും ഇവിടെ സ്റ്റേജിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. ആ എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ അവർ വലിയ നിധിയാണ്, അവർ വല്ലാത്തൊരു സ്വത്താണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി മുഴുവനും ഉസ്താദുമാരൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന 2 ഉസ്താദുമാരുണ്ട്. ഒന്ന് എന്നെ പഠിപ്പിക്കണ ഉസ്താദുമാർ, അത് പഠിപ്പിച്ച ഉസ്താദുമാരെ നമ്മളല്ലാതെ ബഹുമാനിക്കും. മറ്റു എല്ലാ ഉസ്താദുമാരെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന 2 ഉസ്താദുമാർ. അവരാരാന്ന് ചോദിച്ചാൽ എൻ്റെ 2 പെൺമക്കളെ പഠിപ്പിക്കുന്ന 2 ഉസ്താദുമാരുണ്ട്. എൻ്റെ മക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന 2 ഉസ്താദുമാർ. ആ 2 ഉസ്താദുമാരെ ഞാൻ വല്ലാതെ സ്നേഹിക്കും. കാരണം എൻ്റെ മക്കളെ ഭാവിയുള്ളത് ആ ഉസ്താദുമാരെ കയ്യിലാണ്. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. കാരണം എന്താ? കാരണം ആ മക്കളെ ഭാവി, എൻ്റെ മക്കളെ ഭാവിയുള്ളത് ആ 2 ഉസ്താദുമാരെ കയ്യിലാണ്. അവർ പഠിപ്പിക്കും. ഞാനിങ്ങനെ വീട്ടിലുണ്ടാകുമ്പോൾ ഇടയ്ക്ക് കുട്ടികളോട് പറയും, മുസാഫ് എടുത്തു കൊണ്ടുവരാൻ പറയും, ദുറൂസ് എടുത്തു കൊണ്ടുവരാൻ പറയും, കിതാബ് എടുത്തു കൊണ്ടുവരാൻ പറയും, ഓതാൻ പറയും, എന്തൊക്കെ പഠിച്ചു എന്ന് പറയും. എന്നും ഇരുത്തിയിട്ട് ഇപ്പം നമ്മളവിടെ പിന്നെ പഠിപ്പിക്കൂല എന്ന് ഉറപ്പല്ലേ. പക്ഷെ അവരാണ് എന്നും പഠിപ്പിക്കുക. അപ്പം അതുപോലെ ഈ ഉസ്താദുമാരാണ് ഇവിടെ പഠിക്കണ മക്കൾക്ക് അൽഹംദുലില്ലാ നന്നായി ഇൽമ പറഞ്ഞു കൊടുക്കണ ഉസ്താദുമാർ. അവർ വല്ലാത്ത സമൂഹത്തിന് വലിയ സ്വത്താണവർ.
അല്ലാഹുവേ നീ ആ ഉസ്താദുമാർക്ക് മുഴുവനും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അപ്പൊ ഇപ്പത്തെ കുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. അതാണ് പ്രായമുള്ളവർ പറയുമ്പോൾ അത് വേഗം തിരിയും, വേഗം മനസ്സിലാവും. അപ്പൊ പെട്ടി അങ്ങനെ നല്ല വലിപ്പമുള്ള പെട്ടിയാണ്, വെറ്റിലടക്കാൽ ഇട്ട് വെക്കണ പെട്ടിയൊന്നുമല്ല അല്ലേ. വെറ്റിലടക്കാൽ ഇട്ട് വെക്കണ പെട്ടിയല്ലേ, അത് ചെറിയ പെട്ടിയല്ലേ. ചുണ്ണാമ്പ് മറ്റേതൊക്കെ ഇട്ട് വെക്കണ പെട്ടി കല്യാണ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇന്നുണ്ടാ? ഇന്ന് കല്യാണ വീട്ടിലുണ്ട് അതൊക്കെ. പണ്ട് കല്യാണ വീട്ടിലൊക്കെ പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവിടെ ഇങ്ങനെ ഒരു മൂല എന്നിട്ട് അതിനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നല്ല, ഇന്നിപ്പോൾ വല്ല പുതിയ കുറേ വന്നു. ഇപ്പം ചിലപ്പോൾ ചില സ്ഥലത്തുണ്ടാകും, ചിലപ്പോൾ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഉപ്പാപ്പ ഉണ്ടെങ്കിൽ ആ ഉപ്പാപ്പ ചിലപ്പോൾ ഓർമ്മിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ആ അങ്ങനെ വെറ്റില അടക്ക ചുണ്ണാമ്പ് അതൊക്കെ ഇട്ട് വെക്കണ ചെറിയ പെട്ടിയൊന്നുമില്ല. ഇത് 70 പെട്ടി എന്ന് പറഞ്ഞാൽ മിൻ കുത്തുബിൽ ഇൽമി, ഇൽമിന്റെ കിതാബുകളുള്ള. അപ്പൊ ആ പെട്ടിന്റെ വലിപ്പത്തിലായിരിക്കും ഓരോ പെട്ടി. അങ്ങനെയുള്ള 70 പെട്ടി, ആ 70 പെട്ടിയെയും ഒരുമിച്ചു കൂട്ടി ബനു ഇസ്രായേലിലെ ആലിമീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതൻ. എന്നാൽ ആ പെട്ടിയങ്ങ് ഒരുമിച്ചു കൂട്ടിയപ്പോൾ അല്ലാഹു തആല അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു നബിയിനെ അല്ലാഹു വഹി അറിയിക്കുകയാണ്. ആ നബിയോട് അല്ലാഹു തആല പറയാണ്, ഖുൽ ലിഹാദൽ ആലിമി, ഓ നബിയേ, ഇൽമിന്റെ 70 പെട്ടികളെ ഒരുമിച്ചു കൂട്ടിയ ഈ പണ്ഡിതനോട് നിങ്ങളൊരു കാര്യം പറഞ്ഞു കൊടുക്കണേ. എന്താണ് കാര്യം? ലാ തൻഫഉക ഹാദിഹിൽ ഉലൂം വഇൻ ജമഅത അദ്ആഫൻ മുളാഅഫാ. നിങ്ങൾ എത്ര ഇൽമിന്റെ കിതാബുള്ള പെട്ടി ഒരുമിച്ച് കൂട്ടിയാലും ഈ ഇൽമുകളൊന്നും നിങ്ങൾക്ക് ഉപകരിക്കൂല. മാദാമ മഅക സലാസു ഖിസാൽ, 3 സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകുന്നു എങ്കിൽ ഈ ഇൽമുകളൊന്നും നിങ്ങൾക്ക് ഉപകരിക്കൂല. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് ഏതാണ്? അത് ഇൽമാണ്. ഇൽമ കഴിഞ്ഞാലേ ബാക്കി എന്തുമുള്ളൂ. ഓ വുളൂ ചെയ്യണോ, അത് ശരിയാവണ്ണം ചെയ്യണമെങ്കിൽ ആ വുളൂഇനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിസ്കാരം സ്വഹിയാകണമെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിസ്കാരത്തെക്കുറിച്ച് പഠിക്കണം, വുളൂഇനെ കുറിച്ച് പഠിക്കണം. കുളി നിർബന്ധമായാൽ ആ കുളി സ്വഹിയായാലേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. നിസ്കാരം സ്വഹിയാകണത് പോകട്ടെ, നിസ്കരിക്കൽ അനുവദനീയമാകണമെങ്കിൽ തന്നെ കുളി സ്വഹിയാകണം, ശരിയാകണം. ശരിയാകണമെങ്കിൽ ആ കുളിയുടേത്, അതേ കുളിയുടേത് സുബ്ഹാനല്ലാഹ് നിബന്ധനകൾ അറിയണം. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു തങ്ങളടുത്തേക്ക് ഒരു സ്ത്രീ ചെന്നു. എവിടെ നിന്നൊന്നും എന്നോട് ചോദിക്കണ്ട, ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അയാൾ നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ്. അപ്പൊ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ പോയ പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളോട്, ആ പെണ്ണുങ്ങളോട് യാസീൻ ഓതി വന്നിരിക്കാൻ പറഞ്ഞു. അപ്പൊ അയിമ ചോദിച്ചില്ല, എന്താന്ന് പറഞ്ഞാൽ അത് ഏടെ കിട്ടുമെന്ന്. എന്ത് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? ഈ നാട്ടിലത്തെ പെണ്ണുങ്ങളല്ല. യാസീൻ ഓതി മന്ത്രിക്കാൻ പറഞ്ഞപ്പോൾ അത് എവിടെ കിട്ടൂന്ന് പറഞ്ഞു. അപ്പൊ എന്തെന്നാ പറയാ, എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ യാസീന്. അപ്പൊ ഇയാൾ പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന്. ഇങ്ങനെ ആയാൽ പറ്റുമോ? പറ്റൂല. അപ്പൊ അത്രയും ദീനുമായി തീരെ ബന്ധമില്ലാത്തതായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കേണ്ടത്. അത് കാര്യമായ ഒരു സയ്യിദിന്റെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഏതായാലും അങ്ങനെ ആവില്ലല്ലോ. എല്ലാം ശരിയാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൽമു വേണം. ഇൽമില്ലാതെ ചെയ്താൽ അമലുകൾ മുഴുവനും തള്ളപ്പെടും, അത് സ്വീകരിക്കപ്പെടൂല. ഇൽമു വേണം. ആ ഇൽമിനേക്കാൾ വലിയ പവറുള്ളത് വേറെയില്ല. അതുകൊണ്ടാണ് മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്വഹാബി, കുറഞ്ഞ സമയമേ ഉള്ളൂ, ഇനി അടുത്തത് മരിക്കാൻ പോവാണ്. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എൻ്റെ മരണം അടുത്തിരിക്കുന്നു. മരിക്കണതിന് മുമ്പ് ചെറിയ സമയത്ത് കുറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യണം, അതൊന്ന് പറഞ്ഞു തരൂ നബിയേ.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത അമൽ, നിങ്ങൾ ആ ഉള്ള സമയം ഇൽമു പഠിക്കൂ. ഇൽമു പഠിക്കാനാ പറഞ്ഞത്. കുറഞ്ഞ സമയത്ത് ഇൽമു പഠിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. അങ്ങനെയുള്ളൊരു പ്രതിഫലം ലഭിക്കുന്ന അമല് വേറെ ഇല്ല. ബാക്കിയെല്ലാം പിന്നെയാണ്. ഇപ്പൊ ഈ വഅലിന്റെ സദസ്സിൽ തുടക്കം മുതൽ അവസാനം വരെ ഒന്നിരുന്നിട്ട് ആ സദസ്സിൽ നിന്ന് കിട്ടുന്ന ഇൽമങ്ങ് സ്വീകരിച്ച് നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എത്രയാണ് റബ്ബ് നമുക്ക് പ്രതിഫലം തരുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെയുള്ള ഇൽമിന്റെ പെട്ടികൾ ഒരുമിച്ചു കൂട്ടിയപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുള്ള നബിയിലേക്ക് വഹി അറിയിക്കുകയാണ് അല്ലാഹു തആല. നബിയെ, ആ പണ്ഡിതനോട് പറയണം, ഈ കാണുന്ന ഇൽമുകളൊന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല. മാദാമ മഅക സലാസു ഖിസാൽ, 3 കാര്യം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇൽമു ഉപകരിക്കില്ല. എന്നാ പിന്നെ നിസ്കാരവും ഉപകരിക്കില്ല, നോറ്റ നോമ്പ് ഉപകരിക്കില്ല, ഓതിയ ഖുർആൻ ഓത്തും ഉപകരിക്കില്ല, ചൊല്ലിയ ദിക്റും ഉപകരിക്കില്ല, തസ്ബീഹും ഉപകാരത്തിന് വരൂല, ഒരു അമലും ഉപകാരത്തിന് വരൂല. അതിനാദ്യം ചെയ്യേണ്ടത് ഈ 3 സ്വഭാവം നമ്മിൽ നിന്ന് നമ്മൾ ഇല്ലാതെയാക്കണോ. അല്ലേ? നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നാല് മരുന്ന് തരും, അതിൻ്റെ കൂടെ പഥ്യം പറഞ്ഞുതരും. പഥ്യം എന്നറിയില്ലേ? ഇവിടെ പഥ്യം എന്നാ പറയാ, അത് പറഞ്ഞുതരും. ആ പഥ്യം സ്വീകരിച്ചാലേ ഈ മരുന്ന് കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ എന്ന്. നമ്മൾ ഈ പഥ്യമൊന്നും സ്വീകരിക്കൂല, മരുന്ന് കഴിക്കുകയും ചെയ്യും. ആ മരുന്ന് നിർത്തലോടുകൂടെ എല്ലാം പോവും. അങ്ങനെയാണ് ചിലത് കൈവിടേണ്ടത്, ചിലത് കൈവിടണം. അല്ലേ? ഡോക്ടറെ അടുത്ത് ചെന്നാല് മരുന്ന് തരുമ്പോൾ ഡോക്ടർ പറയും ഗ്യാസ്ട്രിക്കിന്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ കാരണം? ഗ്യാസ്ട്രിക്കിന്റെ ബുദ്ധിമുട്ടുള്ള ആൾ ഏത് മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ ഫലം കാണണമെന്നില്ല. അതിനാദ്യം ഗ്യാസ്ട്രിക്കിന്റെ ഗുളിക കൊടുക്കും. അതുകൊണ്ട് തരുണ ഗുളികന്റെ കൂടെ ഒരു ഗ്യാസ്ട്രിക്കിന്റെ ഗുളിക കൂടി എഴുതും. വേറെ ചില ആളുകൾ മറ്റു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നോക്ക്, നിങ്ങൾ ആദ്യം വയറങ്ങ് കാലിയാക്കും. വയറ് കാലിയാക്കിയിട്ടാണ് ബാക്കിയെല്ലാം മരുന്നൊക്കെ കൊടുക്കുക. എന്താ കാരണം? അത് വളരെ പ്രധാനമാണ്. ഒഴിവാക്കേണ്ടതങ്ങ് ഒഴിവാക്കണം, എന്നിട്ടാണ് പകർത്തേണ്ടത്. അതുകൊണ്ടാണ് ചെയ്യണ ഒന്നും ഉപകാരത്തിന് വരൂല. അല്ലാഹു തആല ആ നബിയിലേക്ക് വഹി അറിയിക്കുകയാണ് ഈ പണ്ഡിതനോട് പറയാൻ. 3 സ്വഭാവം നിങ്ങളിലുണ്ടോ, ഒന്നും നിങ്ങൾക്ക് ഫലം കാണൂല. ഏതാണ് ആ 3 സ്വഭാവം? ഓരോരുത്തരും ചിന്തിക്കണം, അത് എൻ്റെ ജീവിതത്തിലുണ്ടോ, എന്നാൽ മാറ്റിയേ മതിയാകൂ. വഅല്, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, തീപ്പൊരി പ്രസംഗമാണോ? സുബ്ഹാനല്ലാഹ്, തീപ്പൊരി പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? പൊടിപടലങ്ങളെല്ലാം ഇവിടുന്ന് പോയിട്ട് എന്ത് കാര്യം? പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞതുകൊണ്ടൊരു മാറ്റമുണ്ടാകണം. ഈ ഇരിക്കണ നിങ്ങളിൽ ഞാനിനി പറയാൻ പോകുന്ന 3 സ്വഭാവം ജീവിതത്തിൽ ഇല്ലാണ്ടായാൽ, ഞാനൊരു തീപ്പൊരി പ്രഭാഷണമൊന്നും നടത്തിയില്ലെങ്കിലും എനിക്കതല്ലേ പരലോകത്ത് ഉപകാരത്തിന് വരുന്നത്. ഇത് ഞാനും ഉണർന്ന് ചിന്തിക്കാനും നിങ്ങളും ആലോചിക്കാനുമാണ് ഞാനിത് പറയുന്നത്. ആ 3 സ്വഭാവം ഞാൻ മാറ്റിയിരിക്കും എന്ന തീരുമാനത്തോടെ ആയിരിക്കണം നാളത്തെ വാലിലേക്കും വരേണ്ടത്. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് വയറങ്ങ് കാലിയാക്കൽ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. മരുന്നുകളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും പിറ്റേ ദിവസമൊക്കെ വരുന്ന ഉസ്താദുമാര് മരുന്ന് തരും. ഇന്ന് ആദ്യത്തെ ദിവസമാകുന്നതുകൊണ്ട് ഞാൻ ആകെ വയറങ്ങ് കാലിയാക്കൽ മാത്രമാണ് എൻ്റെ പണി. ഞാനതങ്ങ് നിർവഹിച്ച് ഞാൻ വേഗം അങ്ങ് തടി സലാമത്താക്കുന്ന ഞാൻ അവസാനിപ്പിക്കും. 3 കാര്യം മാറ്റിയേ പറ്റൂ. അങ്ങനെ ഞാനത് മാറ്റി വെക്കുമെന്ന് തീരുമാനിച്ചവർക്കേ അടുത്ത വാലിൽ വന്നാൽ ആ വാലുകൊണ്ട് ഫലം കാണുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വാലുകളും അത് കേവലം ചടങ്ങുകളായി മാത്രം പോകും, ഒരു കാട്ടിക്കൂട്ടലുകളായി മാത്രം പോകും, അതിനൊരു ഫലവും കാണൂല. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ഒരാൾക്കും ബേജാറ് തോന്നരുത്, സങ്കടം തോന്നരുത്, അരിശം തോന്നരുത്. ഉള്ളത് ഞാനങ്ങ് പറഞ്ഞു എന്നേയുള്ളൂ. ഏതാണ് മാറ്റേണ്ട 3 സ്വഭാവം? ആ 3 സ്വഭാവം ഒന്ന് വാല് കഴിഞ്ഞു പോയാൽ, വീട്ടിലെങ്ങെത്തിയാൽ, എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഏത് ഭാഗത്തിരുന്നിട്ടാണ് എൻ്റെ വാല് കേൾക്കുന്നതെന്നറിയില്ല.
പെണ്ണുങ്ങന്മാരെവിടെ ഇരിക്കണേ? ഇവിടെ ഈ സ്ഥലത്താ? സുബ്ഹാനല്ലാഹ്, ഇത്ര അടുത്തിരിക്കുന്നുണ്ട് എന്നിട്ട് ഓരോ കാണുന്നില്ല. കണ്ട എന്തോ ഒരു മനോഹരമായ സദസ്സാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചതാ, ഒരു പെണ്ണുങ്ങളെയും കണ്ടില്ല. എന്തോ ഒരു നല്ല രസം. അമ്മമാരെ വഅലിൻ്റെ മജ്ലിസിലേക്ക് വരുന്ന അതേപോലെ ആവണം കല്യാണ പുരക്ക് പോകുമ്പോഴും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങന്മാർ അങ്ങനെ മേട്ട് കാണ്ട് അല്ലേ? ഉടനെ പെണ്ണുങ്ങ എല്ലാവരും അങ്ങനെ മേട്ട് കാണ്ട്. നിങ്ങൾക്ക് ಬ್ಯಾರಿ ഗൊಂತುಂಡಾ? അതാ മോങ്ങ ഗൊಂತುಂಡು. ഞാൻ എവിടെ വാതിന് പോയാലും എന്നോട് പറയും, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. തിരുവനന്തപുരത്ത് ചെന്നാൽ വാതിന് ചെന്നാൽ അവിടെ എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ പിന്നെ നിങ്ങൾ അവിടുത്തെ പിന്നെ ആ കിളിക്കിളി ഭാഷ തിരുവനന്തപുരത്ത് പുള്ളിക്കാർ ഓരങ്ങനെ പറയാം നമ്മളെക്കുറിച്ച്, നമ്മളെ ഭാഷ കിളിക്കിളി ഭാഷ, ആ ജിലേബി ഭാഷ എന്ന് പറയാം. അതൊന്ന് പറയണം. അപ്പം ഞാൻ ഓരോട് പറഞ്ഞു, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ ബ്യാരി ഭാഷയിൽ അയാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ? എന്നിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദ് എൻ്റെ ചെറിയ മോൾ, ആ മോളെ കാണിച്ച് പറയാണ്, ഓൾക്ക് നിങ്ങളെ ബ്യാരി ഭാഷ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഓൾ കരയുന്നത്. നോക്കുമ്പോൾ എന്താ അതിങ്ങനെ കേൾക്കുകയാണ്. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോഴും എന്നോട് ഒരാൾ പറഞ്ഞു, പിന്നെ കുറച്ച് നിങ്ങൾ ഇത് പറയാം. ഞാൻ ചോദിച്ചാൽ അതിന് തിരിയോ? അല്ല, തിരിഞ്ഞില്ലെങ്കിൽ അതൊരു രസമാണെന്നാണ്. ആയിക്കോട്ടെ, അപ്പം നമ്മളെ ഭാഷയ്ക്ക് നിങ്ങൾക്കിടയിൽ ഇത്രയെല്ലാം അംഗീകാരം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ലിപി ഇല്ലെങ്കിൽ എന്തേ അല്ലേ? ഞങ്ങളെ ഭാഷയ്ക്ക് ലിപിയില്ല, ഞങ്ങളെ മലയാളത്തിന് ലിപിയുണ്ട്. എൻ്റെ നക്കിണിക്ക് ഭാഷയ്ക്ക് ലിപിയില്ല. ഇടയ്ക്ക് ലിപിയെല്ലാം ഒന്ന് കണ്ടുവച്ചിരുന്നു, ഒക്കെ നോക്കി, പക്ഷെ അത് നടന്നില്ല. അപ്പം ലിപിയില്ല. എന്നാലും നിങ്ങൾക്കിടയിൽ എൻ്റെ ഭാഷയുടെ അംഗീകാരം ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. അല്ലാഹു പറയേ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തന്നത് ഉമ്മമാരോട് ഞാൻ പറയാണ്, ഇപ്പം ഇവിടെ വരുമ്പോൾ അൽഹംദുലില്ലാ സ്ത്രീകൾ ആരെയും ഒന്ന് പുറത്ത് കാണുന്നില്ല. ആരും വന്നിട്ടില്ലേ ഇന്ന്? ഇന്ന് വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ലേ മോനെ? നിൻ്റെ ഉമ്മ വന്നിനാ? വാതിന് വന്നിനാ? പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ ആദ്യത്തെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇപ്പോൾ ഇന്ന് വാതിന് ആളുണ്ടാവുമോ? നമ്മൾ ഉറൂസിനെല്ലാം പഠിക്കുമ്പോൾ ഇവിടെ മക്കാമൊന്നുമില്ലല്ലോ. ഇവിടെ ഉറൂസ് ഞാൻ ഇവിടെ മുമ്പ് വാതിന് വന്നിട്ടുണ്ട്, സ്വലാത്ത് വാർഷികത്തിന് തന്നെ എന്ന് ഓർക്കുന്നു. അപ്പോൾ ഉറൂസിനെല്ലാം വിളിക്കുമ്പോൾ പിന്നെ ആദ്യം ഒന്ന് പോകുമ്പോൾ നോക്കുമ്പോൾ സദസ്സിൽ ആളൊന്നും ഉണ്ടാവില്ല. ആദ്യം പിന്നെയാണ് അല്ലേ ഉസ്താദിന് അനുഭവം ഉണ്ടാവുമല്ലോ. പിന്നെ ആളുകൾ എങ്ങനെ കൂടും. നമ്മൾ എറോളിൽ അൽഹംദുലില്ലാ സ്വലാത്ത് വാർഷികത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞു, നമ്മൾ അസർക്ക് തന്നെ നേരത്തെ തന്നെ തുടങ്ങി. അൽഹംദുലില്ലാ ആദ്യത്തെ ദിവസം തന്നെ ഇൽമ് കേൾക്കാൻ വീട്ടിലിരുന്നിട്ട് മൊബൈൽ അങ്ങ് തുറന്നാലും കേൾക്കാൻ പറ്റും, ലാപ്ടോപ്പ് തുറന്നാലും കേൾക്കാൻ പറ്റും. അതിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ആ മജ്ലിസിൽ ഞങ്ങളെ നാട്ടിലേക്ക് ഒരു അതിഥി ദൂരെ നിന്ന് വരുമ്പോൾ ഞങ്ങളൊക്കെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആ സദസ്സിലൊന്ന് പോയി കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ട് ആ അതിഥിയെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞേക്കുക എന്നൊക്കെ ഇങ്ങനെ അൽഹംദുലില്ലാ ചിന്തിച്ചിട്ട് വരുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് മാന്യന്മാരുടെ സ്വഭാവമാണ്. അള്ളാഹു ഈ തനിമ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ ഈ ഉദുമ എരോൾ എന്ന ഈ നാട്ടിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. അതങ്ങനെയാണ്, അത് മാന്യന്മാരുടെ സ്വഭാവമാണ്. മാന്യന്മാർ വന്ന അതിഥിയെ സ്റ്റേജിലാക്കിയിട്ട് ഓർ എണീറ്റ് പോവില്ല. അവർ അതിഥിനെ വണ്ടി കയറ്റിയിട്ട് പറഞ്ഞയച്ച ശേഷമേ ഓരങ്ങ് പോവുള്ളൂ. അതുകൊണ്ട് വന്ന അതിഥി നാട്ടുകാരെ പിന്നെ ക്ഷമ കൂടുതൽ പരിശോധിക്കാനും പാടില്ല. അയാൾ വേഗം പറഞ്ഞിട്ട് വേഗം എന്താക്കണം, പോകണം, എല്ലാവരെയും ഇടങ്ങേറാക്കാനും പാടില്ല. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ ഈ നാട്ടിലെ ഉമ്മമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നല്ല അച്ചടക്കത്തോടെ പുറത്തൊന്നും കാണാതെ നല്ല ഇൽമിന്റെ സദസ്സിൽ ഉണ്ടായില്ലേ തന്നെ അറിയുന്നില്ല. അതാ ഇത്ര അടുത്തുണ്ടായിട്ടും ഒരു സാസു ഇല്ല. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയാം, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. ഒരു പെണ്ണുങ്ങളെ ഭാഗത്തെ ഒരു സാസു ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല. ഒരു കുട്ടികളും കൊണ്ടുവന്നിട്ടില്ലേ? അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചെന്നാൽ ചെറിയ മക്കൾ കരച്ചിലെങ്കിലും ഉണ്ടാവും, അതും ഇല്ല. പെണ്ണുങ്ങളെ സാസു ഇല്ല, മക്കളെ സാസു ഇല്ല, ചെറിയങ്ങളെ സാസു ഇല്ല, ആരെ സാസു ഇല്ല. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ സന്തോഷം നൽകട്ടെ. അത് നല്ല ഭർത്താക്കന്മാർക്ക് നല്ല ഭാര്യമാരെ തന്നെ കിട്ടും. അങ്ങനെയാണ്. ഇപ്പം നിങ്ങളൊക്കെ നല്ല അച്ചടക്കത്തിലിരിക്കുമ്പോൾ നിങ്ങൾ നല്ല ഭർത്താക്കന്മാർ, അത്വയ്യിബൂന ലിത്വയ്യിബാത്ത്, നല്ലവർക്ക് നല്ല ഭാര്യമാരെ കിട്ടും, നല്ല പെണ്ണുങ്ങന്മാർക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടും. അള്ളാഹു ഈ നാട്ടിൽ ഈ നല്ല ഒരു അദബിൻ്റെ ചൈതന്യം ഇക്കാലത്ത് മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ മക്കളെ മക്കൾ അള്ളാഹു ആ പരമ്പര അങ്ങനെ ആക്കി തരട്ടെ, നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മൂന്ന് സ്വഭാവം
ആ 3 സ്വഭാവം മാറ്റിയിരിക്കണം. അത് ജീവിതത്തിൽ നിന്ന് കൈവിടണം. എന്നാലേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ, ഇബാദത്തുകൾ ചെയ്ത് കാര്യമുള്ളൂ, എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ, സ്വതക്ക കൊടുത്തിട്ടും കാര്യമുള്ളൂ. ഏതാണ് 3 കാര്യം? ഒന്നാമത്തത് അല്ലാഹു തആല വഹി നൽകുകയാണ്, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹം. അത് കൈവിടണേ ജനങ്ങളെ. ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമുണ്ടാകാൻ പാടില്ല. ഇതിന്റെ അർത്ഥം ദുനിയാവ് വേണ്ടാന്നല്ല. നല്ല വീട് പാടില്ല എന്നില്ല, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നില്ല, നല്ല കുപ്പായം ധരിക്കാൻ പാടില്ല എന്നില്ല. അല്ലാഹു തആല തരുന്ന നിഅമത്ത് അടിമയിൽ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. നമുക്ക് അല്ലാഹു സമ്പത്ത് തന്നു. അങ്ങനെ നമ്മളൊരു നല്ല വിശാലമായ ഒരു വീടുണ്ടാക്കി. ആ വീട്ടിൽ ഞാനും കുടുംബവും താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സന്തോഷിക്കുന്നത് ആരായിരിക്കും? അല്ലാഹു ആയിരിക്കും. എന്തുകൊണ്ട്? ആ റബ്ബ് തന്ന നിഅമത്താണ് ഈ വീട്. ആ നിഅമത്ത് റബ്ബിന്റെ അടിമയിലൂടെ റബ്ബിന് പ്രകടമായി കാണുമ്പോൾ അല്ലാഹുവിന് അത് വല്ലാത്ത ഇഷ്ടമാണ്. അത് റബ്ബിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ ഒരു പുതിയ വാഹനം വാങ്ങി, നല്ലൊരു കാറ് വാങ്ങി, അത് നല്ല വിലപിടിപ്പുള്ള കാറ് തന്നെയാണ്. ആ കാറിൽ ഞാനും കുടുംബവും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സന്തോഷിക്കുന്നവനും അത് അല്ലാഹുവാണ്. കാരണം റബ്ബിന്റെ നിഅമത്ത് അടിമയിലൂടെ പ്രകടമാകുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ആകയാൽ വീട് വേണ്ട